നമസ്കാരം. ഞാൻ പാർവതി. എസ് കോളേജിൽ 2015-18 അധ്യയന വർഷത്തിൽ BSc സുവോളജി വിദ്യാർത്ഥിനിയായിരുന്നു ഞാൻ. നിങ്ങളിൽ പലർക്കെങ്കിലും എന്നെ അറിയാമായിരിക്കും. മഴവിൽ മനോരമയിലെ തട്ടിയും മുട്ടിയും എന്ന പരിപാടിയിൽ റോസമ്മ എന്ന കഥാപാത്രത്തിനെ ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. എസ് കോളേജ് എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്ന ചോദ്യത്തിൽ ഒരു സിനിമ സ്നേഹി എന്ന നിലയിലും ഒരു കലാകാരി എന്ന നിലയിലും ഞങ്ങൾക്ക് എസ് കോളേജ് നൽകിയ ഒരു വണ്ടർഫുൾ ഗിഫ്റ്റായിരുന്നു ഞങ്ങൾക്ക് ഷോർട്ട് ഫിലിം ചെയ്യാനുള്ളൊരു അവസരം. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സ്പെഷ്യലാണ്. കാരണം ഒരു ഗേൾസ് ഓൺലി കോളേജിൽ ആദ്യമായിട്ടാണ്, അതായത് എസ് കോളേജിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികളെല്ലാവരും കൂടി ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അത് വളരെയധികം സന്തോഷം നിറഞ്ഞതും അഭിമാനം നിറഞ്ഞ ഒരു മുഹൂർത്തമായിരുന്നു. അപ്പോൾ അതിന് സഹായിച്ച എല്ലാ അധ്യാപകർക്കും നന്ദിയുണ്ട്. മാത്രമല്ല, എല്ലാ വിദ്യാർത്ഥികൾക്കും അവർക്ക് സെൽഫ് എക്സ്പ്ലോർ ചെയ്യണം എന്ന ആഗ്രഹമുള്ള, അതായത് ഇതുവരെ ഞാൻ കണ്ടെത്താത്ത എന്നിലുള്ള പല കഴിവുകളും കണ്ടെത്തണമെന്ന ആഗ്രഹമുള്ള കുട്ടികൾക്ക് പറ്റിയ ഒരു മണ്ണാണ് എസ്. കാരണം കൾച്ചറലി, മോറലി, അക്കാദമിക്കലി, സോഷ്യലി എല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിത്വം ഉള്ള ഒരു വ്യക്തി ആവണമെന്ന് ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എസ് കോളേജും അവിടെയുള്ള ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും എല്ലാവരും അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി തരും. അപ്പം എൻ്റെ കുഞ്ഞനീത്തിമാരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അടിച്ചു പൊളിക്കുക, നല്ലോണം പഠിക്കുക, നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ചെയ്യുക. അത് നാണിക്കാനോ മടി കാണിക്കാനോ ഒന്നിനും നിൽക്കരുത്. നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കാണ് വരുന്നത്. മറ്റാരും നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും ശ്രവിക്കാൻ നിൽക്കേണ്ട. കാരണം മറ്റെല്ലാവരും നിങ്ങൾ പറയുന്നത് അവരുടെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഓഡിയനായിട്ടാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് എണീറ്റ്, അല്ലെങ്കിൽ നിങ്ങളതൊരു ഇനിഷ്യേറ്റീവ് ചെയ്തിട്ടാണ് നിങ്ങൾ അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾ നല്ലോണം നിങ്ങളുടെ കൾച്ചറലി, അക്കാദമിക്കലി എല്ലാത്തിലും നിങ്ങളുടെ നല്ല മികവ് പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നാളെ നിങ്ങൾ പാസ് ഔട്ടായി ഇറങ്ങുന്ന സമയത്ത് നല്ല വനിതകളായി, നല്ലൊരു വ്യക്തിത്വമുള്ള, നല്ലൊരു അടിപൊളി കുട്ടികളായിട്ട് നിങ്ങൾക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ എന്നുള്ള ഭാഗ്യം ഭഗവാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.